സത്യം പറഞ്ഞാൽ കുറെ പേരൊന്നുമില്ല, പക്ഷെ കുറച്ച് പേര് ഞാൻ ഈ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് എന്റെ സ്കാർഫ് അതുപോലെ കെട്ടിയത്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ടർബൻ ട്യൂട്ടോറിയൽ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഐ നോ വെരി ഡിഫറെന്റ് ഫ്രം മൈ റെഗുലർ വീഡിയോസ്, ബട്ട് വൈ നോട്ട്. ആൻഡ് ഞാൻ ഒന്നല്ല 2 ടർബൻ സ്റ്റൈൽസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ആൻഡ് ഇതിലൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ പിന്നു പോലും യൂസ് ചെയ്യാനാണ് ഞാൻ ഈ 2 സ്റ്റൈൽസും ചെയ്യുന്നത്. ഓൾസോ ഐ എം നോട്ട് എ ഹിജാബി, ജസ്റ്റ് പുട്ടിങ് ദാറ്റ് ഓൾസോ ഔട്ട് ദെയർ. പക്ഷെ എനിക്ക് ടർബൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അധികം സംസാരിക്കാൻ വീഡിയോയിലേക്ക് കടക്കാം. ഓ ബൈ ദ വേ, ഇൻട്രോ മറന്നുപോയി. ഹായ് ആൻഡ് വെൽക്കം ബാക്ക്, ഞാൻ ഹനാൻ. സോ നിങ്ങൾക്ക് ടർബൻ സ്റ്റൈൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മൈൻഡ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്കാർഫിന്റെ മെറ്റീരിയൽ ആദ്യം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ ഒരു കോട്ടൺ ഷോൾ, അല്ലെങ്കിൽ ഇതുപോലൊരു പശ്മിന മെറ്റീരിയൽ, അതല്ലെങ്കിൽ ഇതുപോലുള്ള ഇന്റർനെറ്റ് ക്ലോത്ത് യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ദാറ്റ്സ് കോൾഡ് ഇന്റർനെറ്റ്, ഐ എം നോട്ട് ഷുവർ. പക്ഷെ ഞാൻ വാങ്ങുന്ന സമയത്ത് ആ പേര് പറഞ്ഞപ്പോഴാണ് അങ്കിൾ എനിക്ക് അത് എടുത്തു തന്നത്. സോ ഐ എം ഗെസ്സിങ് ഇറ്റ്സ് കോൾഡ് ഇന്റർനെറ്റ്. സോ ഞാൻ ഇനി കോട്ടൺ ഷോൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ കാണിച്ചു തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഞാൻ ഫസ്റ്റ് ഈ ഒരു ടർബൻ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ദ ഫസ്റ്റ് തിങ് യു നീഡ് ടു ഡു ഇസ് ടൈ യുവർ ഹെയർ. ഒരു ലോവർ പോണിറ്റെയിൽ മുടി കെട്ടി വെക്കുക. ആൻഡ് ദെൻ ഇതുപോലെ ഒരു ക്ലോ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് മുടിനൊന്ന് നല്ല വൃത്തിക്ക് പൊന്തിച്ച് കെട്ടുക. യുവർ ഹെയർ ഷുഡ് ബി ടൈഡ് റിയലി വെൽ. കാരണം സ്കാർഫിനുള്ളിൽ നല്ല വൃത്തിക്ക് അത് നിൽക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ആ ഒരു കംഫർട്ട് കിട്ടും. ഗൈസ്, ഞാൻ വളരെ ബുദ്ധിപൂർവ്വം എന്റെ മുടി വെച്ചിട്ട് ഇത്ര നേരം മൈക്ക് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പം വിചാരിക്കുന്നത് വെറുതെ ഐ വാസ് സ്റ്റൂപ്പിഡ്. കാരണം എന്തായാലും മൈക്ക് കാണൂലേ. എനിവേ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഷോൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ലുക്ക് ചെയ്ത് കാണിക്കുന്നത്. സോ ആദ്യം സ്കാർഫ് ഇതുപോലെ മടക്കുക, ലൈക്ക് ദിസ്. ആൻഡ് എനിക്ക് ഇതുപോലെ വലിയ ഷോൾ യൂസ് ചെയ്യാനാണ് താല്പര്യം. ഐ ഡോണ്ട് ലൈക്ക് യൂസിങ് എ സ്മോൾ സ്കാർഫ്. ആൻഡ് ഇതിങ്ങനെ തലയിലിടുക. എന്നിട്ട് വാട്ട് യു നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ്, നിങ്ങൾക്ക് മുടി കാണിക്കണമെങ്കിൽ ഇവിടെ വെച്ച് തുടങ്ങാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടമല്ല, എനിക്ക് കുറച്ച് ഹെയർ കാണിക്കണം. ഓക്കെ, ഓൾസോ നിങ്ങൾക്ക് ഹെയർ ഫ്രണ്ടിൽ ഇടണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ദാറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു, ബട്ട് ഐ ലൈക്ക് എ വെരി സ്ലീക്ക് ലുക്ക്. സോ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സോ ഒരു സൈഡ് ചെറുതായിരിക്കണം, മറ്റേ സൈഡ് കുറച്ച് വലുതായിരിക്കണം. കമ്പാരിറ്റീവ്ലി ഐ ഡോണ്ട് തിങ്ക് യു കെൻ സീ ദാറ്റ് ക്ലിയർലി, ബട്ട് യാ, ഒരു സൈഡ് ചെറുത് ഒരു സൈഡ് വലുത്. ഓക്കെ, എന്നിട്ട് സ്കാർഫ് ഇതുപോലെ വെക്കാം. ഐ ലൈക്ക് സ്റ്റാർട്ടിങ് ഇറ്റ് ഫ്രം ഹിയർ. എന്നിട്ട് ചെവി അടക്കം കവറായിട്ട് ബാക്കിൽ ഇതുപോലെ ക്രോസ് എന്നുള്ള രീതിയിൽ, സോ ക്രോസ് ചെയ്തു. ഇനി ആ ഒരു സ്മോളർ സൈഡില്ലേ, ആ സ്മോളർ സൈഡിന്റെ ഈ ഒരു പോർഷൻ ഒന്നിങ്ങനെ നല്ല ക്ലീൻ ആക്കിയിട്ട് ടേക്ക് ദിസ് ഓവർ യുവർ ഹെഡ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഷുഡ് ലുക്ക് ക്ലീൻ. ഓക്കെ, അവിടെയാണ് പോയിന്റ്. എന്നാലേ സ്കാർഫിന്റെ വൃത്തി ഉണ്ടാവും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ബാക്കിലൂടെ എടുത്തിട്ട് ആ എക്സ്ട്രാ ക്ലോത്തിനെ ഉള്ളിലേക്ക് പുഷ് ചെയ്യാം. ഇനി ഈ ഒരു സൈഡാണ് ലെഫ്റ്റ് ഓവർ. അതിന് അതുപോലെ നേരത്തെ ഇപ്പുറത്തെ സൈഡിൽ ചെയ്ത അതേ കാര്യം റിപ്പീറ്റഡ് ഓൺ ദി അതർ സൈഡ്. ആൻഡ് ഇത് പക്ഷെ ഫ്രണ്ടിലേക്കല്ല, ഒരു പൊടിക്ക് ബാക്കിലോട്ടേക്കാണ് കൊണ്ടുപോകണ്ടേ, ലൈക്ക് ദാറ്റ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കോട്ടൺ ഷോൾ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല വൃത്തി, നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ ക്ലോത്ത് അഗൈൻ ഉള്ളിലേക്ക് തന്നെ നല്ലോണം ട്വിസ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. എങ്ങാനും സൈഡിൽ കുറച്ച് പൊന്തി നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പുഷ് ഇറ്റ് ഇൻ ആൻഡ് നല്ല ടൈറ്റ് ആൻഡ് സെക്യൂർ ആയിട്ട് കെട്ടുക. ആൻഡ് there you have it. സൂപ്പർ ഈസി, നോട്ട് എ സിംഗിൾ പിൻ റിക്വയർഡ്. സോ പേഴ്സണലി ഞാൻ കാണിക്കാൻ പോകുന്ന 2 സ്റ്റൈൽസിൽ ഇതാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. കാരണം സ്പെഷ്യലി ഞാൻ ഈ ഷർട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ യൂഷ്വലി ഇങ്ങനെ കെട്ടാറ്. ചുരിദാറിന് ഒബ്വിയസ്ലി ഞാൻ ഡോണ്ട് യൂഷ്വലി ഗോ ഫോർ ടർബൻ, ബട്ട് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ടർബൻ കെട്ടുന്നത്. ആൻഡ് ഈ ഷർട്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ദിസ് വർക്ക്സ് പെർഫെക്റ്റ്ലി. ലൈക്ക് എന്റെ ഷർട്ടൊക്കെ തന്നെ ഡിസൈൻസ് ഉണ്ടെങ്കിൽ അത് നല്ല വൃത്തിക്ക് കാണിക്കാൻ പറ്റും. പ്ലസ് ഐ ഹാവ് സംതിങ് ഓൺ മൈ ഹെഡ്. സോ യെസ്, what do you guys think? Moving on to the second turban style. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത ലുക്ക്. അതിനായിട്ട് സെയിം ഷോൾ ഞാൻ ഇതുപോലെ നേരത്തെ ഫോൾഡ് ചെയ്ത അതേ രീതിയിൽ ഞാൻ ഇതിനെ പിന്നെയും ഫോൾഡ് ചെയ്ത് ആൻഡ് putting it on my head. എന്നിട്ട് നേരത്തെ ചെയ്ത ലിറ്ററലി അതേ മെത്തഡാണ് കേട്ടോ. ഒരു സൈഡ് കുറച്ച് ചെറുതും മറ്റേ സൈഡ് കമ്പാരിറ്റീവ്ലി കുറച്ച് വലുതും. ചെറിയ ഡിഫറൻസ് വെക്കണ്ടു. നിങ്ങൾക്ക് എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ അവിടെ വെക്കാം. ആൻഡ് അഗൈൻ ബാക്കിൽ ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്നെ പോലെ ബേബി ഹെയർ ഉണ്ടെങ്കിൽ അതൊരു ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്തോ. എനിക്കിതൊരു ശീലമായതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അത് പുറത്തേക്ക് പോക്കാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിട്ട് ഇതിനെങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല വൃത്തിയിലൊന്ന് ഫോൾഡ് ചെയ്യുക. ആൻഡ് ടേക്ക് ഇറ്റ് ഓൺ ടു ദി അതർ സൈഡ് ലൈക്ക് ദിസ്. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആൻഡ് ദാറ്റ് ഈസ്
ഇവിടെ ഇതിനെ ടൈ ചെയ്യാം ലൈക്ക് ദിസ്. നല്ല ടൈറ്റ് ആയിട്ട് ടൈ ചെയ്തിട്ട് ഈ എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ലീവ് ചെയ്യാം. ബട്ട് പേഴ്സണലി എനിക്ക് അത് അത്ര ഇഷ്ടമല്ല, കാരണം ഇങ്ങനെ പൊന്തിക്കും. പകരം വാട്ട് ഐ ഡു ഇസ് ഇതിനെ ബാക്കിലേക്ക് എടുത്തിട്ട് ടക്കിൻ ചെയ്യും. And tada, there you have it. എനിക്കറിയാം ചെയ്യുമ്പോൾ മറ്റേതിനേക്കാളും കുറച്ച് ഈസി ഇതാണ്. ആൻഡ് അഗൈൻ ഇഫ് യു വാണ്ട് കവർ യുവർ ലെഗ് ആൻഡ് ഓൾ ഇങ്ങനെ കൂളായിട്ട് കവർ ചെയ്യാം. ബട്ട് ദാറ്റ്സ് അപ് ടു യു. ഞാൻ എല്ലാ രീതിയിലും ഇടും. So yes, this is the second look. What do you guys think? So yes, like I said, ഒരൊറ്റ പിന്നിന്റെ പോലും ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ബട്ട് നിങ്ങൾക്ക് പിന്നിന്റെ ആവശ്യം വരും if you're using a chiffon material. സോ ഇതിന്റെ കീ എന്താന്ന് വെച്ചാല് നമ്മളെ തലയിൽ നല്ലോണം നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പശ്മിന പിന്നെ ഇന്റർനെറ്റ് അഥവാ കോട്ടൺ ഷോൾസ് റെക്കമെൻഡ് ചെയ്യുന്നത്. തലയിൽ നല്ലോണം നിൽക്കണം. ബിക്കോസ് റിമെമ്പർ നിങ്ങൾ ഇതിന് അണ്ടർ ക്യാപ്പ് യൂസ് ചെയ്യുന്നില്ല, പ്ലസ് പിൻസും യൂസ് ചെയ്യുന്നില്ല. സോ യാ, this is for the turban tutorials that I have for you. എൻ്റെ അടുത്ത് ഇനി വേറെ സ്റ്റൈൽസിന് ചോദിക്കരുത്, കാരണം എനിക്ക് ഈ 2 സ്റ്റൈൽ മാത്രമേ ചെയ്യാൻ അറിയൂ. So yes, that is it for today's video. What do you guys think? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ you know the drill. Video like ചെയ്യുക, share ചെയ്യുക, and please subscribe to my channel. That would mean the world to me. And feedbacks കാര്യമൊക്കെ താഴെ comment sectionൽ അറിയിച്ചോളൂ. I would love to read them. So yes, വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നതുവരെ യഥാശിസ്.